ഹായ്, നമസ്തേ. ശിവകുണ്ടലിനി യോഗം ആയുഷ്കല ധ്യാന പരിശീലനം നമ്മൾ ആരംഭിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. അതിൽ 40-ലേറെ വ്യക്തികൾ ഒന്നാം പാദ പരിശീലനത്തിൽ ഉണ്ട്. അതിൽ നിന്നും 10 പേർ 30 ദിവസത്തെ പരിശീലനം അഥവാ ഒന്നാം പാദ പരിശീലനം പൂർത്തിയാക്കി. ഈ ഒന്നാം പാദ പരിശീലനത്തിൽ തന്നെ ഓരോരുത്തരിലും എത്ര മാറ്റം വന്നു എന്ന് ഇന്ന് ഒരാളുടെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കേൾക്കണം. കാരണം ഇത്തരത്തിൽ ജീവിതത്തിൽ പലവിധ ദുരിതങ്ങളും അനുഭവിക്കുന്നവർ ഉണ്ട്. എന്നാൽ അവർക്ക് ജീവിതത്തിൽ നിന്ന് അവനവനെ സ്വയം തിരിച്ചറിഞ്ഞ് തൻ്റെ ജീവിതത്തിൽ വിജയിക്കാൻ ഒരു അവസരം പലപ്പോഴും കിട്ടാറില്ല. കാരണം ഇത്തരത്തിലുള്ള പല കോഴ്സുകൾക്കും ഭീമമായ തുകയാണ് ഈടാക്കുന്നത്. തേർഡ് ഐ ആക്ടിവേഷൻ, കുണ്ടലിനി ശക്തിയെ ഉണർത്തൽ എന്നെല്ലാം പറഞ്ഞ് ചെറിയ തുകയിൽ നിന്ന് തുടങ്ങി ലക്ഷങ്ങൾ വരെ ഫീസ് വാങ്ങിക്കുന്നു. എന്നാൽ ഇത് പണം വാങ്ങി നൽകേണ്ടുന്ന ഒരു ക്രിയയാണോ? ഒരിക്കലുമല്ല. ആത്മീയമായ അറിവ് ദാനം നൽകേണ്ടതാണ്. ആ അറിവ് ലഭിക്കുന്നതിലൂടെ ഒരു വ്യക്തി സ്വയം തന്നെ തന്നെയാണ് തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിവ് അവനെ സഹജീവികളോടും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളോടും സ്നേഹവും അനുകമ്പയും ദയയുമുള്ളവനാക്കും. അതുതന്നെ അവന് ജീവിത വിജയത്തിലേക്കുള്ള ഒരു പാതയായി മാറുകയും ചെയ്യും. കാരണം ഒരു മനുഷ്യന് ആത്യന്തികമായി വേണ്ടത് സന്തോഷവും സമാധാനവുമാണ്. അത് നേടാൻ ഈ ഒരു പരിശീലനത്തിലൂടെ കഴിയും. അത് നൽകാൻ കഴിയുക എന്നത് ഒരു പുണ്യവുമാണ്. ഹിമാലയൻ സിദ്ധാശ്രമ ഗുരു പരമ്പര ഈ ക്രിയ യാതൊരുവിധ ഫീസും വാങ്ങിക്കാതെയാണ് ചെയ്യുന്നത്. ഞാൻ ഒത്തിരിയേറെ ഫീസ് കൊടുത്ത് പലതും പഠിച്ചു, പക്ഷെ എങ്ങും എത്തിയില്ല. എന്നാൽ മഹാവതാർ ബാബാജിയിലൂടെ ഞാൻ സിദ്ധാശ്രമ ഗുരു പരമ്പരയിൽ സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ എന്ന ഗുരുവിൽ എത്തിച്ചേർന്നു. അതിനെനിക്ക് വഴികാട്ടിയായത് ശ്രീ വി കൃഷ്ണകുമാർ എന്ന ആചാര്യനാണ്. ആ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നു. ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ നമ്മൾ കാരണം ശാന്തിയും സമാധാനവും ഉണ്ടാവുക എന്നത് മഹാപുണ്യമാണ്. ഇന്ന് കിടന്നുറങ്ങുമ്പോൾ ഉണരുമ്പോൾ എല്ലാം ഞാൻ ശാന്തിയും സമാധാനവും സന്തോഷവും ഉണർവും എല്ലാം തന്നെ അനുഭവിക്കുന്നു. അതിന് എൻ്റെ ഗുരു പരമ്പരയോട്, മഹാദേവനോട് ഞാൻ അങ്ങേയറ്റം നന്ദിയും സ്നേഹവുമുള്ളവളാണ്. നാം എല്ലാം ഒരേയൊരു ശക്തിയുടെ മക്കളാണ്. ഈ കലിയുഗത്തിൽ ആർക്കൊക്കെ നന്മയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നുവോ അവരെല്ലാം ഭാഗ്യവാന്മാരാണ്. ഈ യുഗത്തിൽ നന്മയിലൂടെ സഞ്ചരിക്കാൻ ഒരുപാട് പ്രയാസമാണ്. പക്ഷേ നാം ആ നന്മയുടെ വഴി നടക്കാൻ ശ്രമിക്കുക. ആരെങ്കിലും ഉണ്ടാവും നമ്മെ കൈപിടിച്ചു നടത്താൻ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ വ്യക്തമായി ശ്രദ്ധയോടെ കേൾക്കണം, മനസ്സിലാക്കണം. ഓക്കെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അജയ് എന്നാണ്. ഇവിടെ കാലിക്കറ്റാണ് സ്ഥലം. അപ്പം എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നറിയില്ല. ആദ്യം ഏറ്റവും കൂടുതൽ നന്ദിയോടെ മിസ്സിൻ്റെ എങ്ങനെ ഇനി മിസ്സിനെ അറിയാം എന്താണ് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്ക് എത്രമാത്രം നന്ദി പ്രകടനം കഴിയും എന്നറിയില്ല. ഒരുപാട് നന്ദിയുണ്ട് മിസ്സിനെ. ഞാൻ ആദ്യം ഫോണിൽ വിളിക്കുമ്പോഴും ഞാൻ വിളിച്ചിട്ട് ചോദിച്ചാൽ എന്നാ അത് തുടങ്ങുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇത്ര കാലം ഒരു മാസത്തോളം നമ്മൾ ഒരുമിച്ച് നിന്ന ഗ്രൂപ്പിൽ നിന്ന് എല്ലാവർക്കും നന്ദി. കാരണം തന്നെ ആ ഗ്രൂപ്പിൽ എല്ലാവരും ചെയ്യണോണ്ടാണ് ഗ്രൂപ്പ് നിന്ന്. അല്ലെങ്കിൽ ഇപ്പം കുറച്ച് ആൾക്കാർ ചെയ്യാതെ നിൽക്കുക, ചെയ്തുകൊണ്ട് നിൽക്കുക. ഇപ്പം ഇതിൽ വന്ന ഈ 8 ആൾക്കാരും ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ എൻ്റെ കേസിൽ തന്നെ ഉണ്ടെങ്കിൽ അധികം വല്ലാതെ നീട്ടാതെ പറയുക വെച്ചാൽ ഞാൻ ഒരു 2 വർഷമായിട്ട് ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജിലൂടെ കടന്നു പോയിരുന്ന ഒരാളാണ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, അല്ല ആരും അങ്ങനെ ജനറലൈസ് ചെയ്ത് വരല്ല കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തപ്പോഴും ബാക്കിയുള്ള എൻ്റെ ഫാമിലിയിൽ അച്ഛാൽ പോലും പറഞ്ഞപ്പോഴൊക്കെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്.
ആർക്കും ഇത് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. മനസ്സിലാക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് എൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് മനസ്സിലായത്, ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് വരെ ഷെയർ ചെയ്തപ്പം എടാ അതൊക്കെ തോന്നലാണ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഡോക്ടറെ കാണുമ്പം ഡോക്ടറെ അടുത്ത് പോയിട്ട് കരഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 1.5-2 മണിക്കൂറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാകും. പക്ഷേ അതിൽ സംസാരിച്ചതിനെ കൂട്ടി കൂടുതൽ ഞാൻ കരയുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഡോക്ടറെ അടുത്ത് കുറേ സമയം ഞാൻ പോയി സ്പെൻഡ് ചെയ്ത് ഡോക്ടർ എന്നെ കഴിയാൻ അത്രയും സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ ആ ഡോക്ടറിനോട് എന്നും നന്ദി ഉണ്ടായിരിക്കും. അതുപോലെ അങ്ങനെ ഡോക്ടറെ പിന്നൊരു മാസമായിട്ട് മാസത്തിൽ പെട്ടെന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ. ഒന്നാമത് ഞാൻ അങ്ങനെ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് ചിലവുണ്ട്. പിന്നെ വീട്ടുകാരിൽ നിന്ന് അധികം പൈസ വാങ്ങാനും കഴിയില്ല. പിന്നെ കുറേ പറയാനുണ്ട്. ഒക്കെ അങ്ങനെയൊക്കെയാണ് ഇനി. അപ്പം ഇപ്പം ഞാൻ വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതൊന്നല്ല ഇനി എൻ്റെ ഒരു സ്റ്റേജ് കേട്ടോ. ഈ അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ ഒരു 3 ആഴ്ച തുടർച്ചയായിട്ട് വരാതെയായി. ഞാൻ പറ്റ വീക്കായി. വീക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ 1 വർഷത്തോളമായിട്ട് ആ ഡോക്ടറെ കാണുന്നുണ്ട്. എനിക്ക് മെഡിസിൻ ഇല്ലാതെ നിൽക്കാൻ കഴിയില്ല. മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ടോട്ടലി അന്നൊന്നും ഞാൻ വീട്ടിൽ പ്രസൻറ്റ് ചെയ്തില്ല. കാരണം എൻ്റെ വീട്ടുകാർ എങ്ങനെ എടുക്കും, അച്ഛനും അമ്മയൊക്കെ പ്രായമായതാണ്. അപ്പോൾ ഇപ്പോഴും അച്ഛനോട് പറഞ്ഞില്ല. പക്ഷെ വീട്ടിൽ എല്ലാവരും, ഏട്ടന്, ചേച്ചി, പിന്നെ അമ്മ, ഇവർക്ക് 3 ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അന്ന് പറഞ്ഞത് തന്നെ, അതും നമ്മൾ ഈ യോഗ തുടങ്ങിയതിൻ്റെ ശേഷം ആണ് ഞാൻ അതൊക്കെ ഒന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ല. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ സ്വന്തം മോന് ഇങ്ങനെ വയ്യാന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഓൾറെഡി പ്രഷറിൻ്റെയും ഇതിൻ്റെ ഷുഗറിൻ്റെ ഒക്കെ ഉള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം പേടിയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ BP ഉണ്ടെങ്കിലൊക്കെ ചിലപ്പം നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ആൾ ടെൻഷനായി പോകും. അപ്പോൾ സത്യത്തിൽ ഇതെന്തായാലും ലോങ് ആയിരിക്കും സംസാരിക്കാൻ. കാരണം ഇപ്പം തന്നെ സമയം കുറച്ചായി, 3 മിനിറ്റായി, 4 മിനിറ്റായി. അപ്പോൾ കാരണം എല്ലാവരും ക്ഷമിക്കണം. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വരാൻ വന്നാൽ ആദ്യം ഞാൻ കുറച്ച് തോനുണ്ട്. എനിക്ക് അത്രത്തോളം മിസ്സിനോടൊന്നും കടപ്പാടുണ്ടായിരിക്കുള്ളൂ. കാരണം അത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരു പനി ഉണ്ടെങ്കിൽ, ആർക്ക് പനി ഉണ്ടെങ്കിലും നമ്മളെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ നമുക്ക് സ്വയം ഒന്ന് തലയിൽ കൈ വെച്ചാൽ ചൂടുണ്ടെങ്കിൽ മനസ്സിലാവും അത് പനി എന്തോ ഉണ്ട്. അല്ല, ജലദോഷം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. എന്നാലോ മറ്റൊരു സാധനം പോട്ടെ, വേറൊരു രോഗം വന്ന് കൈയിൻ്റെ എല്ലൊടിഞ്ഞ് ഇത് മനസ്സിലാവും. പക്ഷേ നമുക്കൊരു ഡിപ്രഷൻ തന്നെ ഒരു അസുഖം പിടിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറഞ്ഞു തരാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. ഞാൻ ആദ്യം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുമിച്ച് ചോറ് തിന്നണോടത്തുനിന്ന് ഞാൻ ഭക്ഷണം കഴിക്കാമെന്നാണ് ഞാൻ അങ്ങനെ പറഞ്ഞാണ്. ഈ ഭക്ഷണം കഴിക്കണോടത്തുനിന്ന് മാറി 1 മാസം മാറി ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കും. എനിക്കെന്നറിയില്ല എങ്ങനെയാണെന്നറിയില്ല. ഞാൻ യൂട്യൂബിലൊക്കെ ഏറ്റവും വിഷമമുള്ള ഏരിയയിലേക്ക് പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നുള്ള പാട്ട് കേൾക്കുക. പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരിക. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോട് വെച്ചാൽ ഞാൻ ചൂടാക്കുക. ഒരുമിച്ചിരുന്ന് പഠിച്ചതിനോടൊക്കെ ഞാൻ പറയണ എനിക്ക് കഴിയില്ല നിങ്ങളെ കൂടെ ഇരിക്കാൻ. എന്നിട്ട് ഞാൻ മാറിയിരിക്കുക. ചിലപ്പോൾ എന്നിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം, അതായത് ഞാൻ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ എടുത്ത് 1 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറയാണ്, ഒരു ദിവസം എൻ്റെ പരീക്ഷേൻ്റെ ഡേറ്റ് അടക്കം പറഞ്ഞിട്ട് തന്നെ, ഇന്ന ദിവസം ഇജ്ജ് പറഞ്ഞത് എനിക്ക് ഓർക്കുന്നുണ്ടോ, ഒന്ന് പോയി തരുമോ, എനിക്ക് ഇത്തിരി സമാധാനം തരുമെന്ന്. അതായത് അത്രയും എൻ്റെ നല്ല ഫ്രണ്ട്സിനോട് വരെ ഞാൻ എനിക്ക് കഴിയില്ല ഡീൽ ചെയ്യാൻ. വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ഒന്നും മിണ്ടില്ല. കാരണം വീട്ടിലെന്തെങ്കിലും പറയാൻ നിൽക്കാൻ, വീട്ടുകാരെ വിഷമപ്പെടുത്താൻ എനിക്ക് അത്രയും കഴിയില്ല. അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു സ്റ്റേജാണ് ഇനി. അത് കഴിഞ്ഞ് ഞാൻ അതൊരു 1.5 കൊല്ലം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഞാൻ മെഡിക്കൽ കോളേജ് കാലിക്കറ്റ് തന്നെ അവിടെ എത്തി. അവസാനം അവിടെ എത്തി നിൽക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബിലും കണ്ട ഒരുപാട് സാധനങ്ങൾ ശ്രമിച്ചു നോക്കിയാണ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. അപ്പോൾ എല്ലാവർക്കും പ്രശ്നം തന്നെ പൈസ.
ഇത്ര പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തിനാ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ആ എനിക്കെന്തോ അത്രയ്ക്കും ആർത്തി പാടില്ല, പലരോടും പറയാൻ തോന്നിയിട്ടുണ്ട്. ചിലരോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഇത്രയും വലിയൊരു എമൗണ്ടൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു സാധനത്തിന് പറയണത്? നിങ്ങൾക്ക് അറിയില്ല, ഇത് ഈ കയ്യിലുണ്ടാവാത്ത നമ്മളത്രയും സ്റ്റക്കായി നിൽക്കുന്ന സമയമായിരിക്കും. ഒരു പക്ഷേ ഇതിൽ ആരെങ്കിലും PSCക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓൾക്കറിയാം. ഞാൻ കുറച്ച് വർഷമായിന്, ഒരു 6 വർഷമാണ് PSCക്ക് പഠിക്കുന്നത്. ഞാൻ ചിലതൊന്നും എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാവും, ലിസ്റ്റിൽ വരും, കിട്ടൂല, അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു വല്ലാത്തൊരു സ്റ്റേജ് അത്. ഈ സ്റ്റേജ് ഒന്ന് കവർ ചെയ്യണ വരയ്ക്കും നമ്മൾ സ്ട്രഗിൾ ചെയ്യുക, ഭയങ്കര ഹെവി ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ഓരോരുത്തരുടെ ചോദ്യം, പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ തന്നെ അറിഞ്ഞില്ല, കുറച്ച് ലോങ് ആയി പോവേ. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ മൈൻഡ്ഫുൾനെസ് വീഡിയോസും പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ ഒരിക്കൽ ഇങ്ങനൊരു എന്താ പറയുക, നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ വ്യൂ ചെയ്താണ് ചാനൽ, മിസ്സിൻ്റെ ചാനൽ. അങ്ങനെ ചാനൽ വ്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് അന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിനി, ഈ കുണ്ടലിനി യോഗ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം എന്തായാലും ഒന്ന് കണ്ടോക്കാൻ വിചാരിച്ച്. കാരണം ഞാൻ എൻ്റെ ഒരു വലിയൊരു സമയം ഇതിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യണേ. ഞാൻ ഈ പറഞ്ഞില്ലേ, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് 10 ദിവസം പരീക്ഷയ്ക്ക് 10 ദിവസം മുന്നെയാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോകുന്നത്. ഡോക്ടർ സ്ഥിരീകരിക്കുന്നത് എനിക്ക് ഇങ്ങനൊരു ഡിപ്രഷൻ എന്നൊരു അസുഖമുണ്ട്, അത് കവർ ചെയ്തേ മതിയാവുള്ളൂ, അതിന് കുറച്ച് പ്രൊസീജിയറുണ്ട്, പെട്ടെന്നൊന്നും തീരാൻ കഴിയില്ല, അതൊക്കെ പറഞ്ഞ്. അതുപോലെ തന്നെ ഈ ഇത്ര വർഷം തന്നെ, 2 വർഷം നരകതുല്യമാണ് അതിന്. എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ബെഡ് കിടക്കുക, ഈ ബെഡിൽ നിന്ന് എണീച്ചിട്ട് ഒന്ന് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കൂല. ഞാൻ എൻ്റെ ജീവിതത്തിൽ 3 ദിവസം കുളിക്കാതെ, അതായത് ഒന്ന് ബ്രഷ് ചെയ്യാൻ പോലും താല്പര്യമില്ല, ഫുഡിനോട് താല്പര്യമില്ല, അങ്ങനെയൊക്കെ വൃത്തികെട്ടൊരു മോഹത്തിലൊക്കെ നിന്ന സമയമുണ്ട്. പിന്നെ അതുപോലെ നമ്മളോട് പറയുക വെച്ചാൽ, ഈ മരണത്തിനെ വരെ ഞാൻ അക്സെപ്റ്റ് ചെയ്താലോ എന്ന് ചിന്തിച്ചുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ എനിക്ക് അവിടെ ഒന്നും എന്തോ എങ്ങനെയൊക്കെയോ ആണ് ഞാൻ ആ സമയമൊക്കെ ഒന്ന് കവർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നിങ്ങനെ ഇതിൻ്റെയൊക്കെ സമയത്ത് ഞാൻ മരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ കുണ്ടലിനി യോഗേൻ്റെ ക്ലാസ്സിനെ പറ്റി കേട്ടപ്പം ഞാൻ അന്ന് കഴിഞ്ഞ് രാത്രി കാണുന്നത്, പിറ്റേ ദിവസം മിസ്സിൻ്റെ ആ നമ്പറിൽ ഡയൽ ചെയ്ത് ഞാൻ സംസാരിച്ച്. മിസ്സ് ഇങ്ങനെ ഓക്കെ ശരിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി എന്തോ തിരക്കിലാണ്. പിന്നെ മിസ്സിനെ ഞാൻ 2-3 തവണ ചോദിച്ചിട്ടുണ്ട്, തുടങ്ങാത്ത എന്താന്ന്. അപ്പം പിന്നെ മിസ്സിനോട് കാര്യമായിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പം മിസ്സ് പറഞ്ഞു എനിക്ക് 27-ാം തീയതി കഴിഞ്ഞ മാസം ജൂലൈ 27-നാണ് പരീക്ഷ എന്ന് തന്നെ. അപ്പം അതിൻ്റെ മുന്നേക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണതെന്ന് തന്നെ. കാരണം സത്യസന്ധമായിട്ട് സംസാരിക്കാനാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല കാര്യം. അങ്ങനെ മിസ്സാറിന് നമുക്കൊരു മാറ്റം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് കുറച്ച് നമുക്കൊരു മനസ്സമാധാനത്തിനുള്ള കുറച്ച് വാക്കുകളും പറഞ്ഞു. അത് കേട്ടപ്പം ഞാൻ ഒരുപാട് ആൾക്കാർ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വരാ ഇതെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണം. ഈ പറഞ്ഞ സമയം 4:30 ആണെങ്കിൽ 4:30, 4 മണി വെച്ചാൽ 4 മണി, ഞാനങ്ങോട്ട് ഈ സാധനം എന്നും ചെയ്ത് ഫസ്റ്റൊന്നും എനിക്ക് എന്താ നടക്കാൻ പോകണമെന്നൊന്നും അറിയില്ല. പലപ്പോഴും ഞാൻ ഇത് നോട്ടിൽ എഴുതിയിട്ടില്ല, എനിക്കിപ്പോഴും അതിൻ്റെ സ്റ്റേജൊന്നും കാണാതെ അറിയില്ല. പക്ഷെ ഞാൻ എന്നും മിസ്സിൻ്റെ വീഡിയോ ഇട്ട് കാണും. കാരണം എനിക്ക് ആ വീഡിയോയിൽ നമ്മളെ കൂടെ പ്രസൻസിൽ മിസ്സുള്ളത് ഒരു വലിയെന്ന് തന്നെ ഭയങ്കര അനുഗ്രഹം. നമ്മളെ കൂടെ ആരും ഇല്ലാത്തടത്തു നിന്ന് ഒരാളുണ്ട്. ഞാൻ ഒരുപാട് ഫ്രണ്ട്സോ അല്ലെങ്കിൽ വീട്ടുകാരോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം ഭയങ്കരമാണ്. ഇനി അതൊക്കെ നമുക്ക് ഒരാൾക്കും എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ ചിലപ്പോൾ ഒന്നും മനസ്സിലായി തന്നെ വരില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. ഞാൻ ഈ ആടുജീവിതത്തിൻ്റെ പുസ്തകത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ലാസ്റ്റിക്കോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലോ എന്നോ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ബെന്യാമിൻ എഴുതിയിട്ടുണ്ട് എന്ത്, അതായത് ഒരാളുടെ ജീവിതത്തിൽ എന്നാണോ ഒരു അനുഭവം ഉണ്ടാവുന്നത് അത് വരയ്ക്കും ബാക്കിയെല്ലാം കെട്ടുകഥയെന്ന്. സത്യം 100% സത്യം. കാരണം ഞാൻ അനുഭവിച്ചപ്പോഴാണ്, ഞാൻ വിചാരിച്ചിട്ട് പോലും എനിക്കിങ്ങനെ ഒരു അസുഖം വരാനുള്ള ഒരു കാരണം ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഡെപ്ത് എത്രമാത്രം ഉണ്ടെന്നും ഇറങ്ങി ചെന്നിട്ട് കുലുക്കിക്കാളുമ്പോൾ പിന്നെ
ആ സമയത്ത് ഞാനൊരു ബുക്ക് വായിച്ചിന്, ജീവിച്ചിരിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ആ ബുക്കിൽ ഒരു വാക്ക് കാരണമാണ് ഇന്നെ ഇത്രയും ദിവസം ഇന്നിപ്പോൾ ഈ വോയിസ് അയക്കാൻ വരെ കാരണം ഉണ്ടാക്കിയത്. സെൻറ്റൻസ് ഇത്രയേ ഉള്ളൂ: ഒരു പക്ഷേ വലിയ നല്ല നോവൽ ഫിക്ഷനല്ല, ഒരു എഴുത്തുകാരൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. അപ്പം അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു പക്ഷേ വേണമെന്നുണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യാം. പക്ഷേ ഈ സൂയിസൈഡ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടുകാരുണ്ടാവില്ലേ, ഈ വീട്ടുകാരെ ജീവിതകാലം മുഴുവൻ വലിയൊരു ഡിപ്രഷനിലേക്ക് തള്ളിയിട്ടിട്ടാണ് പോകാൻ പോകുന്നത്. അതൊരു പരമസത്യമാണ്. ഞാൻ ആ ബുക്ക് വായിച്ച് തീർന്നിട്ടും ആ ബുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത്രയ്ക്ക് സെറ്റപ്പായിട്ട് ഞാൻ ഈ പഠിക്കുന്ന ബുക്കുകളെ നോക്കുള്ളൂ, എന്നാലും ഞാൻ ആ ബുക്കിലെല്ലാം അണ്ടർലൈനൊക്കെ ചെയ്ത് ഇടയ്ക്ക് ഞാൻ ഡൗൺ ആകുമ്പോൾ ആ ബുക്ക് എടുത്തിട്ട് വായിക്കും. അങ്ങനെയൊക്കെ നിന്ന് സമയങ്ങളിലൊക്കെ എനിക്ക് പ്രതീക്ഷ തന്നൊരു കാര്യമാണ് ഇനിയൊരു നാളെ ദിവസമുണ്ട്. അങ്ങനെ പ്രതീക്ഷകളിൽ നിൽക്കുകയാണ്. പക്ഷേ ഞാൻ എഴുതി കുറേ ലിസ്റ്റുകളുണ്ട്, അതിലൊക്കെ ഉണ്ട്, പക്ഷെ ജോലി കിട്ടില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡായി നിൽക്കുന്ന സമയത്തും എൻ്റെ ഡോക്ടർ വരെ പറഞ്ഞിന് എന്നോട്, ഇനി ഇതിങ്ങനെ പോകാൻ കഴിയില്ല, ഇത് എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു. ഈ അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ, മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകുക എന്ന് പറഞ്ഞാൽ വീട്ടുകാരോട് എങ്ങനെ ഞാൻ പറയും? ഭയങ്കര പ്രശ്നം ഓടിക്കൊണ്ടിരിക്കുന്ന സമയം. പിന്നെ അപ്പം നമ്മളെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് 2 ആഴ്ചയൊക്കെ ആയതിന് ശേഷം ഞാൻ വീട്ടിൽ മെല്ലെ പറഞ്ഞു ഇങ്ങനെ ഉണ്ടെന്നും. പിന്നെ ഒരു ദിവസം അമ്മേനെയും കൂട്ടി പോയി ഡോക്ടറെ മീറ്റ് ചെയ്ത് സംസാരിച്ച് പിന്നെ ഇപ്പോഴുള്ള ഞാൻ, ഈ അജയ് എന്നുള്ളൊരു വ്യക്തി ഇത്രമാത്രം സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് മുഖത്ത് സന്തോഷത്തോടെ സംസാരിക്കാൻ ഒക്കത്തിനും മിസ്സിൻ്റെ ഒരു അനുഗ്രഹമാണ്. അത് ആ ഒരു വ്യക്തിനോടുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം എല്ലാവരും പൈസയ്ക്ക് വേണ്ടി മല്ലയുദ്ധം നടത്തുന്ന സമയം. ഈ കേട്ടിട്ടില്ലേ, വയനാട് ഒക്കെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിന്നും ആൾക്കാർ കക്കാനും പിടിക്കാനൊക്കെ ശ്രമിക്കുക. ഒരാൾക്കാരുടെ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് മറ്റൊരാളെ സ്വത്തും പാടി എടുക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം മോശമായിട്ടുള്ള മനുഷ്യന്മാരെ നമ്മളെന്നുള്ളിടത്ത്. അപ്പം മിസ്സിൻ്റെയൊക്കെ ഒരു ക്യാരക്ടറിൻ്റെ വില പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നെനിക്ക് ഉറപ്പായി 8 ആൾക്കാരോ കുറച്ച് ആൾക്കാരുള്ള ഈ ഗ്രൂപ്പിലെന്ന് തന്നെയില്ലേ, ഈ ഉള്ള ആൾക്കാർക്ക് അറിയാം എന്തുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കണതെന്ന്. ഇനിയും കാട്ടി നല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കഴിയുന്ന ആൾക്കാരുണ്ടോ? നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു 1.5 വർഷം തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചിട്ടൊന്നൊരു എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തവിടുന്ന് ഇന്നിപ്പോൾ എൻ്റെ ഡോക്ടർ കഴിഞ്ഞ തവണ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, 80% ഡിപ്രഷൻ എന്നുള്ള രോഗം കവർ ചെയ്ത് കഴിഞ്ഞാണ്. ഇനി ഡിപ്രഷൻ തന്നെയുള്ള ഒരു 20% ഉണ്ട്. എനിക്കിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അതൊരു ആൻസൈറ്റിയാണ്. ഈ ആൻസൈറ്റിയും പഠിച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും മറക്കാൻ കഴിയാത്ത എക്സ്പീരിയൻസുകളുള്ള ഒരു സമയമായിരിക്കും ഇതെന്ന്. 100% സത്യമാണ്. എനിക്ക് പറയാമെന്ന് വെച്ചാൽ എത്ര വേണമെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂർ വേണമെങ്കിൽ ഞാൻ സംസാരിക്കാനുള്ള ടോപ്പിക് ഉണ്ട്. അതിൽ ഞാൻ അനുഭവിച്ച എക്സ്പീരിയൻസുകളുണ്ട്, ഷെയർ ചെയ്താൽ ഞാൻ കരഞ്ഞ സമയങ്ങളുണ്ട്, എന്തൊക്കെ കണ്ടോ മോശപ്പെട്ട കാര്യങ്ങളും. സന്തോഷം എന്ന് പറഞ്ഞ സാധനം കണ്ടെത്താനേ കഴിയാത്തൊരു കാര്യമാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പോലും ചില സമയങ്ങളിൽ വിളിച്ചിട്ട് കിട്ടാതെ നിൽക്കുന്ന ഒരു നേരമാണ് ഇനി. അവിടെ നിന്നൊക്കെ ഞാൻ ഇത്രയ്ക്കും ഞാൻ കഴിഞ്ഞ പരീക്ഷ എഴുതിയപ്പോൾ ഇല്ല, ഞാൻ ഏറ്റവും സന്തോഷത്തോടെ പരീക്ഷ എഴുതിയത് അതാ. കാരണം അത്രമാത്രം ഒരു LDC പരീക്ഷയാണ്. വലിയ പൈസ ഇടുന്ന പണിയൊന്നുമല്ല. പക്ഷേ ഒരു സ്ഥലത്തിറങ്ങിയിട്ട് തോറ്റു പോരാൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പം തോറ്റിട്ട് പോരുമില്ല, ജയിച്ചിട്ടേ വരുള്ളൂ എന്നുള്ളൊരു അത്രമാത്രം കോൺഫിഡൻസ് മനസ്സിനെ കൊടുത്ത് പിടിച്ചിരുത്തി. പിന്നെ അങ്ങനെ ഒക്കെയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ബന്ധമില്ലാതെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്ന് പോകുന്നതാണ്. എൻ്റെ എക്സ്പീരിയൻസ് ഇതൊന്നല്ല, ഇതിനും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനും കൂടുതൽ എന്ന് പറഞ്ഞാൽ അത്രമാത്രമാണ് എനിക്ക് ആ ഒരു കുണ്ടലിനി യോഗ ചെയ്തിട്ട് ഞാൻ റിക്കവറായത്. ഞാൻ മിസ്സിനെ വിളിച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്തോ 1 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുള്ള സമയമുണ്ട്. അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെ, ഒരിക്കലും അറിയാത്തൊരാളെ ഒരു 5 എന്നുള്ളൊരു നിലയിൽ എന്നെ അത്രയും കേട്ട് നിന്ന്. അപ്പം തന്നെ എനിക്ക്
മനസ്സിന് കിട്ടിയൊരു സന്തോഷം. കാരണം എന്ന് പറഞ്ഞാൽ മിസ്സിന് പറയുന്നത് എനിക്കും മനസ്സിലാകുന്നുണ്ട്, ഞാൻ പറയുന്നത് മിസ്സിനും മനസ്സിലാകുന്നുണ്ട്. പൊതുവേ എനിക്ക് അങ്ങനെ കിട്ടലില്ല. ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് വരും, ഒന്നും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നമ്മളിൽ നിന്ന് ഒന്നും കിട്ടുമെന്ന് പോലും വിചാരിക്കാതെ വരുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ പെട്ട ഒരാളാണ് നമ്മളെ മിസ്സിനിപ്പം ഇത് ചിലപ്പം പെയ്ഡ് കോഴ്സായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വേറെ പൈസ ഉള്ള ആൾക്കാരൊക്കെ വരും, എന്തൊക്കെ ഓൽക്ക് എന്താ പറയുക, ആവേശപ്പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് അറിയാതെക്കും. പക്ഷെ ഇതിന് റിയാലിറ്റി ഉണ്ട്. എന്ത് ഇത് കിട്ടുന്ന കാര്യത്തിന് ഏറ്റവും കൂടുതൽ വില കാണിക്കണം. ഞാൻ അതാണ് ഇതിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അച്ഛൻ, അമ്മ ഇവരോടൊക്കെ ഞാൻ എന്നുള്ളതിനെയും കാട്ടിയും ഒരു 2-3 മടങ്ങെങ്കിലും കൂടുതൽ സ്നേഹം, അതുപോലെ മറ്റുള്ളവരോട് ഏറ്റവും ബഹുമാനത്തോടെ സംസാരിക്കാനും ഏറ്റവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഓട്ടോമാറ്റിക്കലി പഠിച്ചുപോയി. അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് മിസ്സിന്. പിന്നെ എനിക്ക് ഈ ഒച്ചിനെ കണ്ടാൽ ഒച്ചെന്ന് തന്നെ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ഒച്ചനല്ല, എല്ലായിടത്തും ഒച്ചെന്ന് തന്നെ പറയാൻ തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനെ ഇഷ്ടമേ അല്ല. അതിനെ കണ്ടാൽ ഞാൻ അങ്ങനെ വിറയ്ക്കും. എന്തോ ഒരു അലസതയാണ് എനിക്ക് മനസ്സിന്. അങ്ങനെ നിൽക്കുമ്പം ഈ റീസെൻ്റൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെ മനസ്സെന്നെ പറഞ്ഞ് ഒച്ചിനെ ഞാൻ കാണുന്ന സമയത്ത് എനിക്കെന്താ തോന്നിയതെന്ന് പറഞ്ഞാൽ, എൻ്റെ മാത്രമല്ല ഭൂമി, ഈ ലോകത്ത് ഉള്ള എല്ലാവർക്കും സ്വന്തമാണ് ഈ ഭൂമി. അതിൽ ഈ പ്രാണികളായാലും ബാക്കി എല്ലാവർക്കും ഇത് സ്വന്തമാണ്. ഇജാരാ? ഞാൻ ആരുമല്ല. ഇജൊരു ദിവസം മരിക്കും. ഇവരെത്ര സമയം ഉണ്ടാകുമോ അത്രയും സമയം ഓലും ഇവിടെ ഉണ്ടാകും. അപ്പം എൻ്റെ മൈൻഡ് അത് പറഞ്ഞ സമയത്ത് എനിക്കെങ്ങനെ അങ്ങനെ ഒന്നും തോട്ടേ വരാത്തൊരാളാണ്. ഞാനൊരു ഒരുപാട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയണം ഇപ്പോൾ ഇതൊരു കാര്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അത് എൻ്റെ കൂടെ ഇരിക്കാനൊരു വല്ലാത്തൊരു ഇതാണ്, എനർജി ഫേസിൽ തന്നെ തരുന്നുണ്ടെന്ന്. എനിക്ക് എന്തെങ്കിലും എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 100% ഉറപ്പോടെ പറയും നമ്മളെ മിസ്സ് തന്നാണ്, അല്ലാതെ എനിക്ക് എനർജി ഇല്ല. ഞാൻ എന്താ പറയുക, കഴിഞ്ഞ ഒരാഴ്ച ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പോണതിൻ്റെ മുന്നേ വരെ എൻ്റെ കയ്യിൽ മെഡിസിൻ ഇല്ല. ഞാൻ ഒരാഴ്ചയൊക്കെ പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഒരു ദിവസം പോലും എൻ്റെ കയ്യിൽ മെഡിസിൻ ഇല്ലാതെ നിൽക്കാൻ കഴിയാത്ത ഒരാളാണ്. അങ്ങനെ ഇത് അനുഭവിച്ച ആൾക്കാരൊക്കെ അറിയും ഭയങ്കര സീൻ. അതിൽ നിന്ന് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അതിനും വലിയ സീനാണ്. എനിക്ക് കുറേ ഉണ്ട് എക്സ്പീരിയൻസ് ആയിട്ട് പറയാൻ. ഇത്രയും വലിയൊരു ഓഡിയോ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഓൽക്കും എൻ്റെ വക നന്ദി ഞാൻ എന്നും പറയും. കാരണം ഇത് കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിട്ടേ കേൾക്കുള്ളൂ. അപ്പം എനിക്കിങ്ങനെയൊക്കെയാണ് ഇനി ഈ യോഗയിൽ വന്നതിന് ശേഷം. പിന്നെ ഞാൻ എടുത്ത് പറയേണ്ടതായിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ചാൽ, ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാരോട് താങ്ക്സ് എന്ന് പറയും. അപ്പോൾ ഒരിക്കൽ ഞാൻ പമ്പിൽ നിന്ന് ഭായിനോട് ഞാൻ സംസാരിച്ചിട്ട് താങ്ക്സ് പറഞ്ഞു. ഭായ് എന്നോട് പെട്രോൾ അടിച്ച് പൈസ കൊടുത്തതിൻ്റെ ശേഷം ഞാൻ താങ്ക്സ് ഉണ്ടാകുമ്പോൾ പോവുകയാണ്. ഞാൻ വണ്ടി കിക്കർ അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകാൻ നിൽക്കുമ്പോൾ എന്നോട് വണ്ടി കൈയൊക്കെ തന്ന് സംസാരിച്ച് താങ്ക്സ് തിരിച്ചു പറഞ്ഞു. എന്തിനാന്ന് എനിക്ക് അറിയില്ല. ഒരു പക്ഷേ മൂപ്പരോട് ആരും സംസാരിക്കാൻ ഉണ്ടാകാതെക്കാം. കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചു. എനിക്കറിയാൻ ഹിന്ദിയിലും മൂപ്പർക്കറിയണ്ടോ. ഞങ്ങൾക്ക് രണ്ടാളുടെ ഒരേ ഒരു സാധനമാണ് ഇനി വർക്ക് ചെയ്തത്. രണ്ടാളെ മൊത്തം സന്തോഷം ചിരി ഉണ്ടേനി. അത് സൂപ്പറാണ് ഇനി. അങ്ങനത്തെ ചില നേരങ്ങളുണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാനൊക്കെ കിട്ടലാനാണ്. ഞാൻ ഒരുപാട് മാറിന്. എന്നെ അറിയണവർക്കറിയും ഞാൻ താങ്ക്സ് എല്ലാവരോടും, ഈ യൂണിവേഴ്സിനോടും എല്ലാവരോടും നന്ദി. പ്രത്യേകിച്ച് നമ്മളെ മിസ്സിനോട് ഒരുപാട്. എനിക്ക് ഒരു നല്ലൊരു സമയം ഉണ്ടായിരുന്നെങ്കിൽ മിസ്സിനെ എന്തായാലും ഞാൻ കാണാൻ വന്നിരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ പല ആഗ്രഹങ്ങളും നടന്നെന്ന് വരാം, നടക്കാതെയും വരാം. ഞാൻ നാളെ മരിച്ചുപോയി എന്നും വരാം. ഒക്കെ റിയാലിറ്റി ആണല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാടോടെ ഞാൻ പറയുന്നത്, എൻ്റെ വീട്ടുകാരുടെ കൂട്ടത്തിൽ ഒരാണ് എൻ്റെ മിസ്സ്, അല്ലെങ്കിൽ നമ്മുടെ മിസ്സ്. കാരണം അത്രയും നന്ദിയുണ്ട്. ഇത് ഇത്രമാത്രം വലുതാൻ കാരണം മിസ്സിൻ്റെ ഡെഡിക്കേഷൻ, അല്ലെങ്കിൽ എനിക്ക് ചെയ്തു തന്ന ഇത്രയും വലിയൊരു കാര്യങ്ങളായിട്ടാണ് എൻ്റെ ഈ ഓഡിയോ അത്രയും വലുതായത്. ഇതിന്ന് കേട്ടിട്ടുള്ളവർക്കും നന്ദി. കാരണം എനിക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ സഹകരിച്ചതിനും നന്ദി. സ്നേഹത്തോടെ അജയ്. എല്ലാവരോടും നല്ല തന്നെ വരട്ടെ. എത്ര മോശം സമയമാണെങ്കിലും അതിൽ നിന്നൊരു നല്ലൊരു സമയം നമുക്ക് വരും എന്നുള്ള പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മളെ സ്വയം കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ് നിർത്തട്ടോ.
ഈ ഒരു വോയിസ് എനിക്കറിയാം ഒരുപാട് ലെങ്തി ആണെന്ന്, സൗണ്ടും കുറവാണ്. പക്ഷെ ഞാൻ ഇതിങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യാൻ കാരണം ഇതിൽ കൂടി നമുക്ക് ഒരു കുണ്ടലിനി യോഗയെക്കുറിച്ച് മാത്രമല്ല, ഒരാളുടെ ഡിപ്രഷൻ്റെ അവസ്ഥ എന്താണെന്നും എങ്ങനെയാണ് ഒരു വ്യക്തി ഒരു ജീവിത കാലഘട്ടത്തിൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോരുന്നതെന്നും അവർക്ക് വരുന്ന മാറ്റം എങ്ങനെയാണെന്നും ഒക്കെ നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. ആ സംസാര രീതിക്ക് തന്നെ വന്ന മാറ്റം ഒരുപാട് ആദ്യം തന്നെ സംസാരിച്ച സമയത്ത് എനിക്ക് ഈ ഒരു ക്ലാസ് ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്തില്ല, അതിൻ്റെ ഫസ്റ്റ് ഭാഗങ്ങളായിട്ടേ ഉള്ളൂ. ക്ലാസ് എന്ന് തുടങ്ങണം എന്നുള്ളത് നിശ്ചയിച്ചിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് ഈ ചോദ്യം വരുന്നത്, എന്നാണ് തുടങ്ങുക എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു എക്സാം ഉണ്ട്, എനിക്ക് അതിലേക്ക് എന്താ ചെയ്യുക? അപ്പോഴാണ് ഈ കാര്യങ്ങൾ മുഴുവൻ തുറന്ന് പറഞ്ഞപ്പോഴാണ് ഈ അവസ്ഥ എത്രമാത്രം ഉണ്ട് എന്നുള്ളത്, ഇതിൻ്റെ ആഴം ഒക്കെ എനിക്ക് തന്നെ മനസ്സിലാകുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചത് അവിടെ ഇത് എൻ്റെ മകനായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ പറയാ മറുപടി എന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നത്. ആ രീതിയിലാണ് ഞാൻ അന്ന് അജിയോട് സംസാരിച്ചത്. ആ സംസാരം അങ്ങനെ പോന്നു. പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ക്ലാസ്സിൽ ഓരോ സമയത്തും വരുന്ന മാറ്റങ്ങൾ എനിക്ക് അയക്കാറുണ്ട്. ആ ഒരു വോയിസിൽ വരുന്ന മാറ്റം തന്നെ എനിക്ക് മനസ്സിലാവും എത്രമാത്രം മാറ്റം വന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ടും നിങ്ങൾ ഇത് എല്ലാവരും കേൾക്കണം എന്ന് ഞാൻ പറയും. ഇനി ഇതിൽ ഒരാൾക്കെങ്കിലും ഈ ഒരു അവസ്ഥ മനസ്സിലാവുകയും ഈ ഒരു അവസ്ഥ, ഇതുപോലുള്ള അവസ്ഥകളിൽ നിന്ന് മോചനം കിട്ടണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ ഒരു അനുഭവത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് നന്ദിയോടെ ഞാൻ ഈ യൂണിവേഴ്സിനോട്, ഈ പ്രപഞ്ചത്തോട് മൊത്തമായിട്ട് എൻ്റെ എല്ലാ ഗുരുക്കന്മാരോടും, അതായത് ഒരു വലിയ ഗുരു പരമ്പരയുടെ ഒരു കൊച്ചു കടുകുമണി പോലെയുള്ള ഒരു ഭാഗമാണ് ഞാൻ. ആ പരമ്പരയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു പുണ്യമായ ക്രിയ പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ ഭാഗ്യത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. താങ്ക് യു.